തമിഴ്നാട്ടിലെ ബസ് സമരം ഈ മാസം 19 വരെ നിർത്തിവെക്കുന്നതായി തൊഴിലാളി സംഘടനകൾ. മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശത്തെ തുടർന്നാണ് നടപടി. 19-ന് ചർച്ച നടത്താമെന്ന് സർക്കാർ കോടതിയെ അറിയിച്ചു. വിഷയത്തിൽ സർക്കാരിന് പിടിവാശിയെന്ന് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ച് വിമർശിച്ചു. മനേഷ് മൂർത്തി വിശദാംശങ്ങളുമായി. മനേഷ്, കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നു. അതിൽ എന്താണ് ഇപ്പോൾ ഒരു ഒത്തുതീർപ്പിന്റെ ഫോർമുലകൾ എന്തെങ്കിലും മുന്നോട്ട് വയ്ക്കുന്നുണ്ടോ? അനുജ, കൃത്യമായ ഒത്തുതീർപ്പുകളൊന്നും തന്നെ ഇല്ല. കാരണം പൊങ്കൽ സമയമാണ്, വലിയ തിരക്കുള്ള സമയമാണ്. ജനങ്ങളെ ബന്ദിയാക്കുന്ന തരത്തിലുള്ള സമരങ്ങളിലേക്ക് പോകരുത് എന്നുള്ളൊരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാമർശം ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. ഇതിന്റെ ഭാഗമായാണ്, മാത്രമല്ല സർക്കാർ കോടതിയെ അറിയിച്ചത് എന്തായാലും 19-ാം തീയതി ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്താം എന്നുള്ളൊരു കാര്യം സർക്കാർ അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിലവിൽ 19-ാം തീയതി വരെ എന്തായാലും സമരം അവസാനിപ്പിക്കാൻ, സമരം നിർത്തിവെക്കാൻ ഈ തൊഴിലാളി സംഘടനകൾ എന്തായാലും തീരുമാനിച്ചിരിക്കുന്നത്. ഹൈക്കോടതിയിൽ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. നാളെ മുതൽ സാധാരണ നിലയിൽ ഈ പറഞ്ഞ രീതിയിൽ ബസ്സുകൾ ഓടിത്തുടങ്ങുമെന്ന് തന്നെ എല്ലാ ജീവനക്കാരും ജോലിക്ക് എത്തുമെന്നും തൊഴിലാളി സംഘടനകൾ പറയുന്നുണ്ട്. പക്ഷേ ഹൈക്കോടതി നിരീക്ഷിച്ച പ്രധാനപ്പെട്ട കാര്യം വളരെ പിടിവാശിയാണ് സർക്കാരിന് എന്നുള്ളൊരു കാര്യം. അതായത് പെൻഷൻ പെൻഡിംഗ് ഉണ്ട്, ആ പെൻഷൻ പെൻഡിംഗ് ഉള്ള കാര്യം, അത് പെൻഡിംഗ് ഉള്ള പെൻഷൻ വരെ കൊടുക്കണം എന്നുള്ളതായിരുന്നു ഈ സമരത്തിന്റെ മറ്റൊരു ആവശ്യം. അതിൽ 2000 രൂപ വെച്ച് 90,000 വരുന്ന 90,000 വരുന്ന പെൻഷൻ ആളുകൾക്ക് 2000 രൂപ വെച്ച് 10 ദിവസത്തിനുള്ളിൽ നൽകാൻ കഴിയുമോ എന്ന് CJ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനും സർക്കാർ മറുപടി നൽകിയത് പറ്റില്ല എന്നായിരുന്നു. അത്തരത്തിൽ വളരെ പിടിവാശി നിറഞ്ഞ ഒരു സമീപനമാണ് സർക്കാർ ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത് എന്നുള്ളൊരു വിമർശനം കൂടി എന്തായാലും കോടതിയുടെ ഭാഗത്തു നിന്നുണ്ട്. എന്തായാലും താൽക്കാലികമായി സമരം അവസാനിപ്പിച്ചിരിക്കുന്നത്. 19-ാം തീയതി വരെ സമരമില്ല എന്നുള്ള ഒരു കാര്യം കൃത്യമായി തന്നെ സംഘടനകൾ കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ജനങ്ങളുടെ ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് സമരം താൽക്കാലികമായി അവസാനിപ്പിക്കുന്നത് എന്നും ഈ തൊഴിലാളി സംഘടനകൾ കോടതിയെ അറിയിച്ചിട്ടുണ്ട്. അനുജ, 19 വരെ താത്കാലികമായി നിർത്തിവെച്ചു.